ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പാചകമല്ല കേട്ടോ, കുറച്ച് വാചകമാണ്. ദ ക്വാളിറ്റീസ് ഐ അക്വേർഡ് ഫ്രം പട്ടാള ജീവിതം. അപ്പോൾ അതെന്താ ടോപ്പിക് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് വെച്ചാൽ ബോൾഡും കറേജിയസ് തന്നെയാണ് കേട്ടോ. ഞാൻ പണ്ട് ചെറിയൊരു സിറ്റുവേഷൻ, ചെറിയൊരു നെഗറ്റീവ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബാഡ് എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നാൽ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നവർ, ഞാൻ ഇപ്പോൾ 10 ആന ഒരുമിച്ച് വന്നാലും കുലുങ്ങൂല എന്ന് പറയുന്നില്ലേ, ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത് എൻ്റെ പട്ടാള ജീവിതത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഒരുപാട് നമുക്ക് അനുഭവങ്ങളിൽ പട്ടാളം തരുന്ന ഒരുപാട് ക്ലാസ്സുകൾ, ഇതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്ന് പറയുന്നത് എന്താ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, എനിക്കതിനെ എൻ്റെ ലൈഫിൽ തന്നെ ബാധിക്കുകയും ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു ക്വാളിറ്റിയെ പറഞ്ഞ റെസ്പെക്റ്റ്, എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം, എങ്ങനെ ബഹുമാനിക്കാമെന്ന് ഞാൻ പഠിച്ചത് നോർത്ത് ഇന്ത്യൻസിൻ്റെ പ്രത്യേകിച്ച് പറയുകയാണ്. അവരെ അമ്മയുടെ മക്കൾക്ക് അവരെ അമ്മയോടുള്ള സ്നേഹം, അവരെപ്പോഴും കാല് തൊഴുതിട്ട് അവരെ അമ്മേൻ്റെ അച്ഛനെയും കാല് തൊഴുന്ന എവിടെ കണ്ടാലും ആ ഒരു അതുപോലത്തെ ഒരുപാട്, ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ അവരെ ഗ്രീറ്റിങ്സ്, അവർ തൊഴുതുകൊണ്ട് നമസ്തേ ആൻറ്റി അല്ലെങ്കിൽ നമസ്തേ അങ്കിൾ എന്ന് പറയുന്നത്, ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ പട്ടാള ലൈഫിലേക്ക് പോയിട്ടാകുമ്പോൾ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റിൻ്റെ ആ ഒരു വിലയാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു സോൾജർ ആണെങ്കിലും ഒരു സോൾജറിൻ്റെ വൈഫിനെ കാണുമ്പോൾ മേഡം എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഫൈനലി ദ ലാസ്റ്റ് തിങ് ഈസ് ഡിസിപ്ലിൻ. പട്ടാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു ചിട്ടയിലും ഡിസിപ്ലിനും പോകുന്നത്. അപ്പോൾ ഞാൻ പട്ടാള ലൈഫിലേക്ക് വന്ന ശേഷം ഒരുപാട് ഡിസിപ്ലിൻ ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പട്ടാളം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടലി പറയാൻ വേണ്ടി പറ്റും ലോട്ട് ഓഫ് മെമ്മറീസ് ആൻഡ് നമുക്കെന്താ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ പട്ടാള ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് ഐസൊലേറ്റഡ് ലൊക്കേഷൻസിലേക്ക് നമുക്ക് കിട്ടുന്ന പോസ്റ്റിങ്, അവിടെ പോയിട്ടുണ്ടാകുന്ന ഒരുപാട് ആൾക്കാർ, അത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലെ ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ബിഹേവിയറുള്ള ആൾക്കാരുമായി ഇടപഴകുമ്പോൾ കിട്ടുന്ന ഒരു തരം കോൺഫിഡൻസ്, അപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമ്മളെ ലൈഫിനെ തന്നെ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കൊരാളെ മുമ്പിൽ ഒരു ഷൈയോ ഒന്നും കൂടാതെ തന്നെ ഒരു ബ്രേവായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് പട്ടാള ലൈഫിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മളെ സെൽഫ് ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, അതുപോലുള്ള ഒരുപാട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ ടാലൻ്റ് ഉണ്ടെങ്കിൽ ആ ടാലൻ്റൊക്കെ പട്ടാളം വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം നിറഞ്ഞാണ് പട്ടാള ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇനി പട്ടാള വിശേഷങ്ങൾ അറിയാനുണ്ടെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.